അയ്യപ്പ സംഗമത്തിന് പിന്നാലെ സംസ്ഥാന വ്യാപകമായി വിശദീകരണ യോഗം നടത്താൻ UDF. കോട്ടയം തിരുനക്കരയിൽ ഇന്ന് വൈകിട്ട് ചേരുന്ന യോഗം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. UDF-നെതിരെ NSS പരസ്യമായി നിലപാടെടുത്തതിന് പിന്നാലെയാണ് UDF-ന്റെ നിലപാട് വിശദീകരണം. അഖിൽ കെ ചേരുന്നു വിശദാംശങ്ങളുമായി. അഖിൽ, UDF-നെ സംബന്ധിച്ച് നിലവിൽ ഇത്തരമൊരു നിലപാട് വിശദീകരണം ആവശ്യമായി വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് NSS-ന്റെ നിലപാട് അതിൽ നിർണായകമാണ്. എപ്പോഴായിരിക്കും ഇതിന്റെ കാര്യപരിപാടികളൊക്കെ? VD സതീശനാണല്ലോ അല്ലേ ഉദ്ഘാടനം? റോഷ്നി, അതായത് ഒരു 2:30 കൂടിക്കാണ് നിലവിൽ തിരുനക്കര ബസ് സ്റ്റാൻഡ് ഗ്രൗണ്ടിൽ ഇത്തരത്തിലൊരു യോഗം തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ അതൊരു 3 മണി 4 മണിയോട് കൂടി ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത്. ഇത് കോട്ടയത്ത് നിന്ന് ആരംഭിക്കുന്നതിന് ഏറെ രാഷ്ട്രീയപരമായ കാര്യങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം സംസ്ഥാനമാകെ ആണ് ഇത്തരത്തിലൊരു ആഗോള അയ്യപ്പ സംഗമത്തിലെ നിലപാട് വ്യക്തമാക്കുന്നത്. പക്ഷേ പത്തനംതിട്ടയിലാണ് ശബരിമല ഉള്ളത്. പക്ഷേ പത്തനംതിട്ടയിൽ നിന്നല്ല ഇത് ആരംഭിക്കുന്നത്, കോട്ടയത്ത് നിന്നാണ് ആരംഭിക്കുന്നത് കാരണമുണ്ട്. കാരണം NSS ശക്തമായ നിലപാട് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാത്തതിനെ തന്നെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. NSS UDF-നെയും അതുപോലെ തന്നെ BJP-യും വിമർശിച്ചു. UDF പങ്കെടുക്കാത്തതിൽ വലിയ അതൃപ്തി NSS-ന് ഉണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് കോട്ടയത്ത് നിന്ന് തന്നെ ഇത്തരത്തിൽ ഈ ഒരു ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നിലപാട് വിശദീകരിച്ചുകൊണ്ട്, അതായത് നിലപാട് വിശദീകരിക്കേണ്ട സാഹചര്യത്തിലേക്ക് പോലും കോൺഗ്രസ് കടന്നിരിക്കുന്നു. ഈ ആഗോള അയ്യപ്പ സംഗമം കോൺഗ്രസിന് അത്തരത്തിലൊരു പ്രതിസന്ധിയിലേക്ക് പോലും മാറ്റിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും സംസ്ഥാന നേതാക്കളടക്കം അടൂർ പ്രകാശ് അടക്കമുള്ള സംസ്ഥാന നേതാക്കളടക്കം പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ സംസ്ഥാന വ്യാപകമായി ഈ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കാൻ UDF തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് കോട്ടയത്ത് നിന്ന് ഇന്ന് വൈകുന്നേരത്തോട് കോട്ടയത്ത് നിന്നും ഈ ഒരു പരിപാടിയുടെ ഒരു ഔദ്യോഗിക ഉദ്ഘാടനം എന്ന് തന്നെ പറയാൻ കഴിയും. ആദ്യ പരിപാടിയായി കോട്ടയത്ത് നിന്ന് ആരംഭിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകമായ കാര്യം. എന്തായാലും NSS നിലപാട് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് UDF ഇത്തരത്തിലൊരു നീക്കവുമായി രംഗത്ത് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ. കാരണം UDF-മായി ഒരു പല നേതാക്കളും ആവർത്തിച്ച് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് NSS-മായി ഒരു പ്രശ്നമില്ല എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ കൃത്യമായി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു, UDF-ന് ഇതിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. UDF-ന്റെ നിലപാടുകൾ ശരിയായി അയ്യപ്പ സംഗമത്തിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്, അല്ലെങ്കിൽ വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കുന്ന തരത്തിലുള്ള വിമർശനങ്ങളിലേക്ക് പോലും NSS ജനറൽ സെക്രട്ടറി കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇന്ന് കോട്ടയത്ത് നടക്കുന്ന ഈ നിലപാട് വിശദീകരണ യോഗം അത് ഏറെ നിർണായകമാണ്. അതിൽ വലിയ പങ്കാളിത്തം ഉണ്ടാകേണ്ടത് UDF-നെ സംബന്ധിച്ചോളം വലിയ ഒരു കാര്യം തന്നെ. കാരണം അതിൽ ആ യോഗം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാതെ മികച്ച രീതിയിൽ തന്നെ സംഘടിപ്പിക്കുക എന്നുള്ളതും മറ്റൊരു കാര്യം തന്നെയാണ്. അതിൽ എന്തെങ്കിലും ഒരു വിഷയം സംഭവിച്ചാൽ അത് വീണ്ടും കൂടുതൽ പ്രതിസന്ധികളിലേക്ക് UDF-നെ തള്ളിവിടുമെന്ന കാര്യം സുനിശ്ചിതമാണ്. റോഷിനി.